എല്ലാവർക്കും നമസ്കാരം. +1 +2 ഫിസിക്സ് എന്നുള്ള നമ്മളുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ കൃഷ്ണദാസ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഈ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ തീരെ വ്യത്യസ്തമാണ്. ഈ വർഷം നമുക്ക് ഇനിയിപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവുമെന്ന് തന്നെ അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ വീഡിയോസൊക്കെ ഒന്നുകൂടി ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് ഒരു ഓർഡറിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും ഫിസിക്സ് ടെക്സ്റ്റിൽ ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ എടുത്ത് ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് എടുത്ത് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ധാരാളം പ്രോബ്ലംസ് നമുക്കതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്യുക. കാരണം പ്രോബ്ലം സോൾവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫിസിക്സ് പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. NCERT ടെക്സ്റ്റിലുള്ളതും അല്ലാത്തതുമായ പ്രോബ്ലംസ് നമ്മളിവിടെ സോൾവ് ചെയ്യും. ഇത് നമുക്ക് എൻട്രൻസ് പരീക്ഷകൾക്കും ബോർഡ് എക്സാമിനേഷനും നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററുകളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇന്നിപ്പോൾ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഫസ്റ്റ് ഇയർ വെച്ചിട്ടാണ്. മെഷർമെൻറ്റ്സ് പറയുന്ന ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെൻറ്റ്സിലെ മെഷർമെൻറ്റ് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ തന്നെ നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഭാഗമാണ്. സോ ദ ടോപ്പിക് ഫോർ ടുഡേ ഈസ് ഡയമെൻഷണൽ അനാലിസിസ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക്, ഡയമെൻഷൻ അനാലിസിസ്. ഈ ടോപ്പിക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നാം. പക്ഷേ എങ്കിൽ പോലും ഇതിൽ പല കുട്ടികൾക്ക് ഇപ്പോൾ സ്കൂളൊന്നും തുറന്നുണ്ടാവില്ല. സ്റ്റേറ്റ് സിലബസുകാർക്ക് പലർക്കും സ്കൂൾ തുറന്നുണ്ടാവില്ല. എന്നാലും പലരും ട്യൂഷനൊക്കെ പോകുന്നുണ്ടാവും. CBSE-കാർക്കാണെങ്കിൽ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കുറേ പേരൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കായിട്ട് തോന്നും. എന്നാൽ ഇത് വളരെ കൺഫ്യൂസ്ഡ് ആണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. ശരിക്കും മനസ്സിലാക്കുമ്പോൾ ഇതിൽ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതായത് പലരും ഇപ്പം ഞാൻ ക്ലാസ്സിൽ പറയാറുണ്ട്, ഇവിടെ 4 കാര്യങ്ങളാണുള്ളത്. 1 ഡയമെൻഷൻ സിമ്പിൾ, 2 ഡയമെൻഷൻ ഫോർമുല, 3ാമത്തെ ഡയമെൻഷണൽ ഇക്വേഷൻ, 4ാമത്തെ ഡയമെൻഷൻസ്. പക്ഷേ നമ്മുടെ കുട്ടികൾ പലപ്പോഴും ഇതെല്ലാം മിക്സ് ചെയ്തിട്ടും ഒന്നിൻ്റെ സ്ഥാനത്ത് വേറെ ഒന്നും പലരും ഒരെണ്ണേ ആകെ ഉപയോഗിക്കാറുള്ളൂ. ഡയമെൻഷൻ എന്നൊരു വാക്ക് മാത്രമേ പല കുട്ടികളും പഠിക്കാറേ ഉള്ളൂ. അങ്ങനെയല്ല, ഇത് 4 സോ ലെറ്റേഴ്സ് ഐ ഷാൽ എക്സ്പ്ലെയിൻ ദം 1 by 1. ഒരാൾക്ക് മറ്റയാളിൽ നിന്ന് എന്ത് ഡിഫറൻസ് ഉണ്ട്, ഓരോന്നും എങ്ങനെയാണ്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ആദ്യം ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഡയമെൻഷണൽ സിമ്പിൾ. ഡയമെൻഷണൽ സിമ്പിൾ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അതൊരു ലെറ്ററിൽ ഒതുങ്ങുന്നൊരു സംഭവമായിരിക്കണം. 1-2 ലെറ്റേഴ്സിൽ ഒതുങ്ങുന്ന ഒരാളായിരിക്കണം സിമ്പിൾ എന്ന് പറയുമ്പോൾ. നമ്മൾ എന്താണ് ഡയമെൻഷണൽ സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ യു നോ ദാറ്റ് ദർ ആർ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. 2 തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉള്ളത്. എന്താണ് ബേസിക്കലി ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അപ്പോൾ 2 തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണുള്ളത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, anything that can be measured is a physical quantities. We have classified them into 2 categories. ഏതാണ് 2 ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ഒന്ന് ഫണ്ടമെൻ്റൽ. The first one is called fundamental quantities and the second one is called derived quantities. So fundamental and derived, ഇതാണ് 2 തരത്തിലുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇവർ രണ്ടുപേരും എന്തിൻ്റെ ഭാഗമാണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഭാഗമാണ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി പറഞ്ഞാൽ, എനി ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. നമുക്ക് ആലോചിച്ച് നോക്കിയാൽ എല്ലാ ക്വാണ്ടിറ്റികളും നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന മിക്കവാറും എല്ലാവരും മെഷർ ചെയ്യാവുന്ന ആൾക്കാർ തന്നെയാണ്. സോ ഇതാണ് ഈ ആദ്യം നമ്മൾ പഠിക്കുന്നത്. ബിഫോർ ഗോയിങ് ഇൻ ടു ദ ഡയമെൻഷൻ അനാലിസിസ് വി ഹാഡ് സീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ഹൗ ആർ ദേ ക്ലാസിഫൈഡ്. ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ കാണുന്ന കാര്യങ്ങളാണ്. എന്നാലും ഞാനത് ഒന്നും കൂടി പറയാം. അത് പറഞ്ഞിട്ട് വേണം നമ്മൾ ഡയമെൻഷൻ അനാലിസിലേക്ക് ഒന്ന് വരാൻ. സോ നമുക്ക് ലെറ്റസ് നൗ സി എന്തൊക്കെയാണ് ഈ ഫണ്ടമെൻ്റൽ ആരാ, ഡിറൈവ്ഡ് ആരാ എന്നൊക്കെ ഞാൻ ഒന്ന് ബ്രീഫായിട്ട് പറയാം. എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മോർ സിംപ്ലർ ക്വാണ്ടിറ്റീസ്. അതായത് സിമ്പിളായിട്ടുള്ള ആൾക്കാരുടെ പേരിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് വേറെ ഒരാളുടെ പേരിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്വന്തമായിട്ടുള്ള എക്സിസ്റ്റൻസ് ഉണ്ട്. അതാണ് എന്ത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമുക്കറിയാം 7 ആൾ പെടും. ആരൊക്കെയാണോ? The 7 fundamental quantities of the physical world are mass, 2ാമത്തെ ലെങ്ത്ത്, 3ാമത്തെ ടൈം, 4ാമത്തെ ആരാണ്? ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്ന് എഴുതണം, കാരണം കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. സോ ദിസ് ഷുഡ് ബി റിട്ടൺ ആസ് ഇലക്ട്രിക് കറണ്ട്. കറണ്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോ എന്നാണ് അർത്ഥം. എയർ കറണ്ട്, വാട്ടർ കറണ്ട്, ഒരുപാട് കറണ്ട് ഉണ്ട്. ഇലക്ട്രിക് കറണ്ട്. പിന്നെ ആരാ? തെർമോഡൈനമിക് ടെമ്പറേച്ചർ. പിന്നെ
amount of substance, amount of substance. പിന്നെ ആരുണ്ട്, ഒരാൾ കൂടി ബാക്കിയുണ്ട്, ആരാ? ദാറ്റ് ഈസ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇത് ലൈറ്റിൻ്റെ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ലൈറ്റിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഒപ്റ്റിക്സ് എന്ന് പറയും, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഭാഗമാണ്, ഒരു ടേമാണ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. സോ ദീസ് ആർ ദ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഓഫ് ദ ഫിസിക്കൽ വേൾഡ്. എന്തുകൊണ്ടാണ് ഇവരെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്? കാരണം നമുക്കിവരെ മറ്റുള്ള സിമ്പിളായിട്ടുള്ള മറ്റുള്ള ആൾക്കാരുടെ ടേംസിൽ ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല. ഇവർ സ്വന്തമായിട്ട് എക്സിസ്റ്റൻസ് ഉള്ള ആൾക്കാരാണ്, വേറെ ആരുടെയും മുകളിൽ ഇവർ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് വൈ ദേ ആർ കോൾഡ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഓഫ് ദി ഫിസിക്കൽ വേൾഡ്. ഇനി ഇത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ ഡിറൈവ്ഡ് എന്നാണ് പറയുക. എനിത്തിങ് അതർ ദാൻ ദീസ് 7, രണ്ടുപേരെ കൂടി നമ്മൾ വേറിട്ട് പറയാറുണ്ട്. അതായത് ആംഗിള്, സോളിഡ് ആംഗിൾ ആൻഡ് പ്ലാനാർ ആംഗിൾ, പിന്നെ റേഡിയോ ആക്ടിവിറ്റി. അവരിതിൽ പെടാത്തവരാണ്. അവരെ നമ്മൾ ഫണ്ടമെൻ്റലായിട്ടും ഡിറൈവ്ഡായിട്ടും അങ്ങനെ പറയാറില്ല. മുമ്പൊക്കെ അവർ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് എന്നുള്ള പേരിലാണ് പറഞ്ഞിരുന്നത്. സോ ദീസ് 7 ആൻഡ് ദ 2, അതിലൊന്നും പെടാത്തവർ, അതായത് ഈ 7, ബേസിക്കലി 7 പെടാത്തവരൊക്കെ എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ വെലോസിറ്റി എടുത്ത് നോക്കൂ. ലെറ്റ് us ലുക്ക് അറ്റ് വെലോസിറ്റി. നമുക്കിവിടെ വെലോസിറ്റി ഒന്ന് എഴുതി നോക്കാം. ഹൗ ദ വെലോസിറ്റി ഈസ് കൺസിഡേർഡ് ആസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് എഴുതി നോക്കാം. എങ്ങനെയാണ് വെലോസിറ്റി ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണോ എന്ന് നോക്കാം. കാരണം വെലോസിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ് വെലോസിറ്റി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ടൈം എന്ന് പറയുന്ന ആൾ ഇവിടെ കാണാം, ഫണ്ടമെൻ്റലിൻ്റെ ലിസ്റ്റിലുള്ള ഒരാളാണ് ടൈം. പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് പറയുന്ന സാധനം നമ്മളുടെ ഫണ്ടമെൻ്റൽ ലിസ്റ്റിലില്ല. അയ്യോ, അപ്പോൾ എങ്ങനെയാണ് സാർ ഇത് ശരിയാവുക? ഇത് ഫണ്ടമെൻ്റൽ ലിസ്റ്റിൽ കാണാനില്ലല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അയാളെ ഐഡൻറ്റിഫൈ ചെയ്യുക? ഇയാൾ ഏതിൽ പെടും? ഇയാൾ ഏതിൽ പെടുന്നത് വളരെ സിമ്പിളാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞാൽ ബേസിക്കലി ഡിസ്റ്റൻസ് ആണ്, രണ്ടും രണ്ടാണ്, നമുക്ക് വഴിയെ മനസ്സിലാവും. പക്ഷെ അങ്ങനെയല്ല, എന്നാലും ബേസിക്കലി ഒരു ലെങ്ത്താണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് ലെങ്ത് കൊണ്ട് റീപ്ലേസ് ചെയ്യാം. ലെങ്ത്ത് ഫണ്ടമെൻ്റലാണ്, ടൈം ഫണ്ടമെൻ്റലാണ്. അപ്പോൾ 2 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയുന്ന ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീനെ ഉണ്ടാക്കിയത്. ദാറ്റ് ഈസ് വൈ ഹി ഈസ് നോൺ ആസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അതാണ് അവനെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കാനുള്ള കാരണം. സോ 2 അതിലധികമോ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് നമ്മളൊരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അയാളെ എന്ത് വിളിക്കും? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് വിളിക്കും. സോ വെലോസിറ്റി ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഇനി ഇങ്ങനത്തെ ഒരുപാട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആക്സലറേഷൻ, ഫോഴ്സ്, മൊമെൻറ്റം, വർക്ക്, പവർ, എനർജി, ഇവരൊക്കെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളാണ്. അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ എളുപ്പം എന്താ അറിയുമോ? ഈ 7 പേരുടെ പേര് ഓർമ്മ വെച്ചാൽ മതി. ഇതൊഴികെ ബാക്കിയെല്ലാം ഡിറൈവ്ഡ് എന്ന് പറയുമ്പോൾ മറ്റത് ഈ ഒഴികെയുള്ളവർ ഒരുപാട് അധികമാണ്. സോ ഇറ്റ് ഈസ് ബെറ്റർ ടു റിമെമ്പർ ദ നെയിംസ് ഓഫ് ദീസ് 7 ക്വാണ്ടിറ്റീസ് വിച്ച് ആർ നോൺ ആസ് ദി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഓഫ് ദി ഫിസിക്കൽ വേൾഡ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി എന്താണ് ഡയമെൻഷൻ സിമ്പിൾ എന്നുള്ളതിലേക്ക് വരാം. അപ്പോൾ നമ്മളിവിടെ നോക്കൂ, ഞാനിപ്പോൾ ഇവിടെ 4 പേരെ എഴുതിയിട്ടുണ്ട്. ഈ 4 പേരിൽ ആദ്യത്തെ 3 പേര് നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് ഓഫ് ഫിസിക്സിൽ വളരെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. മാസ്, ലെങ്ത്, ടൈം. നമ്മൾ ഈ മാസിനെ നമ്മൾ എം എന്ന് പറയുന്ന സിമ്പൽ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ലെങ്ത് L ആണ്, ടൈം T ആണ്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന സാധനം ആംപെയർ ആണ്. അപ്പോൾ അതിൻ്റെ സിമ്പൽ A or I ഇതാണ് എഴുതാറ്. ആംപെയർ അതിൻ്റെ യൂണിറ്റ് ആണ്. പക്ഷെ നമ്മൾ പലപ്പോഴും എഴുതുമ്പോൾ I ആണ് എഴുതുക. I ആണ് അതിൻ്റെ സിമ്പൽ. ചിലപ്പോൾ നമ്മൾ എന്നും എഴുതാറുണ്ട്. ഇനി ടെമ്പറേച്ചറാണ് അടുത്ത ആൾ, 5. ടെമ്പറേച്ചറിന് നമ്മൾ എന്താ എഴുതുക? തീറ്റ, അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, കെൽവിൻ ആണ് അതിൻ്റെ യൂണിറ്റ്. ഇനി 6ാമത്തെ ആൾ ആരാ? ലൂമിനസ് ഇൻറ്റൻസിറ്റി. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ് നമ്മൾ നേരത്തെ എഴുതിയത്. അപ്പോൾ തന്നെ എപ്പോഴും എഴുതാം, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇതിന് നമ്മൾ യൂണിറ്റിൻ്റെ ടേംസിലാണ് എഴുതുക. മോളാണ് അതിൻ്റെ യൂണിറ്റ്. പിന്നെ എന്തുണ്ട്? ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇതിന് നമ്മൾ ഇതിൻ്റെ യൂണിറ്റാണ് നമ്മൾ പലപ്പോഴും ഇതിൻ്റെ സിമ്പിളായിട്ട് തന്നെ എഴുതാറ്. കാൻഡില എന്ന് പറയും. അതാണ് അതിൻ്റെ യൂണിറ്റ്, അതാണ് അതിൻ്റെ സിമ്പിളും എഴുതാറ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ 7 ഫിസിക്കൽ ക്വാണ്ടിറ്റീസും നമ്മൾ 7 സിമ്പിൾസ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ഉണ്ട്. ചിലർക്ക് ഒന്നിൽ കൂടുതൽ സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ഒന്നിലധികം പേരെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഡയമെൻഷൻ ഫോർമുല, ഡയമെൻഷൻ സിമ്പിളായിട്ട് എടുക്കുമ്പോൾ. സോ ഈ ആൾക്കാരുടെ ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ നേരെ അവരുടെ ബ്രാക്കറ്റ് എഴുതിയിട്ടുള്ള സിമ്പിളുകളെ ഒരു ചെറിയ മോഡിഫിക്കേഷനോടുകൂടി എഴുതിയാൽ അവരുടെ ഡയമെൻഷൻ സിമ്പിളായി. എന്താണ് മാഷേ ഈ ചെറിയ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒന്നുമില്ല, മാസിനെ നമ്മൾ ഇങ്ങനെ എഴുതും, ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇട്ടിട്ട് എന്ന് എഴുതും. സോ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് എന്ന് എഴുതി അത് ഡയമെൻഷൻ സിമ്പിൾ ഓഫ് മാസ് ആണ്.
കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഇല്ലാണ്ട് തന്നെ എഴുതും, അപ്പോഴും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബേസിക്കലി ആദ്യം എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എം എഴുതിയാൽ അത് മാസിൻ്റെ ഡയമെൻഷൻ സിമ്പിളായി. സിമിലർലി ദിസ് റെപ്രസെൻറ്റ്സ് ദ ഡയമെൻഷൻ സിമ്പിൾ ഓഫ് ലെങ്ത് ആൻഡ് ദിസ് ഈസ് ദ ഡയമെൻഷൻ സിമ്പിൾ ഓഫ് ടൈം. സിമിലർലി ദിസ് ഈസ് ദ ഡയമെൻഷൻ സിമ്പിൾ ഓഫ് ഇലക്ട്രിക് കറണ്ട് ഐ ഓർ എ. അതുപോലെ ദിസ് ഈസ് ദ ഡയമെൻഷൻ സിമ്പിൾ ഓഫ് തെർമോഡൈനമിക് ടെമ്പറേച്ചർ തീറ്റ ഓർ കെ. ബാക്കിയൊന്നും നമ്മളങ്ങനെ ഉപയോഗിക്കുക പതിവില്ല. ഇതിൽ ഈ മൂന്നെണ്ണം നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ വർഷം ഉപയോഗിക്കുക. ഇതിൽ ടെമ്പറേച്ചർ നമ്മൾ ഈ വർഷം വീണ്ടും ഉപയോഗിക്കും. ഇലക്ട്രിക് കറണ്ട് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയാം, സെക്കൻഡ് ഇയറിലേക്ക് കിടക്കുമ്പോൾ മാത്രമേ നമ്മൾ അതിനെപ്പറ്റി ഉപയോഗിക്കുള്ളൂ, അതിൻ്റെ സിമ്പലും അതൊക്കെ ഉപയോഗിക്കുള്ളൂ. പക്ഷേ ചോദ്യങ്ങൾ നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ ചോദിക്കാം. സോ ദീസ് ആർ ദ ഡയമെൻഷണൽ സിമ്പിൾസ് ഓഫ് ദി 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. 5 ഞാൻ എഴുതിയിട്ടുള്ളൂ, ബാക്കി 2 നമ്മളങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കില്ല, അതുകൊണ്ടാണ് ഞാനത് എഴുതാഞ്ഞത്. സോ ഇവരാണ് ഡയമെൻഷൻ സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മാസ് എന്ന് പറയുന്നത് അതിൻ്റെ എം ഒരു സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടാൽ എന്തായി മാറി? ഡയമെൻഷൻ സിമ്പിൾ ഓഫ് മാസ്. സോ മനസ്സിലാവുണ്ടോ? ഹാവ് യു അണ്ടർസ്റ്റുഡ്? സോ ദിസ് ഈസ് ഹൗ വി റെപ്രസെൻറ്റ് ദ ഡയമെൻഷൻ സിമ്പിൾ. ഒരു കാര്യം നിങ്ങൾ ഓർമ്മ വയ്ക്കേണ്ടത്, ഈ ഡയമെൻഷൻ സിമ്പിൾസ് ആർ ഓൺലി ഫോർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഡയമെൻഷൻ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനാണ്. നോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഹാസ് ഗോട്ട് എ ഡയമെൻഷൻ സിമ്പിൾ. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികൾക്ക് ഡയമെൻഷൻ സിമ്പിൾ ഇല്ല. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അവർക്കാണ് നമ്മൾ ഡയമെൻഷൻ സിമ്പിൾസ് എഴുതുന്നത്. ഇപ്പോൾ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉണ്ട്, ആ 7 ഡയമെൻഷൻ സിമ്പിൾ ഉണ്ട്. 3 മെക്കാനിക്സിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നവരാണ്, മറ്റേ 2 പേരും ഉപയോഗിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ 5 പേരുടെയും ഡയമെൻഷൻ സിമ്പിൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ടാവണം. പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഓൺലി ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഹാവ് ഗോട്ട് ഡയമെൻഷൻ സിമ്പിൾസ്. അല്ലെങ്കിൽ ഡയമെൻഷൻ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ആർക്കുള്ളതാണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനുള്ളതാണ്. ക്ലിയർ? ഓക്കെ, നമുക്ക് അന്ന് അടുത്തതിലേക്ക് പോവാം, അടുത്ത പോയിന്റിലേക്ക് പോവാം. ഷാൽ ഐ ഇറേസ് ദിസ്? മായ്ക്കട്ടെ? ഓക്കെ, ആവശ്യമുള്ളത് എഴുതിയെടുക്കുക. സോ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ഡയമെൻഷണൽ ഫോർമുലയാണ്. ഡയമെൻഷൻ സിമ്പിൾ പഠിച്ചു, അടുത്ത ഡയമെൻഷൻ ഫോർമുലയാണ്. നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനും ഉള്ളതാണ് ഡയമെൻഷൻ സിമ്പിൾ എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഹാവ് ഡയമെൻഷൻ സിമ്പിൾസ് ഞാൻ പറഞ്ഞു. അപ്പോൾ വാട്ട് ഡു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഹാവ് എന്ന് ചോദിക്കുക. അപ്പോൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എന്താ ഉള്ളത്? അപ്പോൾ ദേ ഹാവ് ഡയമെൻഷൻ ഫോർമുല. ആൻഡ് ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് ദി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ കൺസ്ട്രക്റ്റഡ് ബൈ യൂസിങ് ദ ഡയമെൻഷൻ സിമ്പിൾസ് ഓഫ് ദി ഫണ്ടമെൻ്റൽസ്. എങ്ങനെ നോക്കാം? വെലോസിറ്റി കുറച്ച് മുമ്പ് നമ്മൾ കണ്ടു, ഇയാളൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. നമ്മൾ ഇയാളെ എങ്ങനെ എഴുതും? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് എഴുതും. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഇതൊരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയാണ്. ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ എങ്ങനെ എഴുതും? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ലെങ്ത് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് പറയുന്ന സാധനം ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. എങ്ങനെ എഴുതിയാൽ? ലെങ്ത് ആണെന്ന് മനസ്സിലായാൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ലെങ്ത് ബൈ ടൈം, ലെങ്ത്തിൻ്റെ അത് എഴുതാൻ ഞാൻ ലെങ്ത് ബൈ ടൈം. ഇനി പറയൂ, ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ സിമ്പിൾ എന്താ? ഡയമെൻഷൻ സിമ്പിൾ ഓഫ് ലെങ്ത് ഈസ് എൽ. ഇതാണ് ഡയമെൻഷൻ സിമ്പിൾ ഓഫ് ലെങ്ത്. ടൈമിൻ്റെ ഡയമെൻഷൻ സിമ്പിൾ എന്താ? ടി. അപ്പോൾ ഇയാൾ മുകളിലേക്ക് വരട്ടെ. സോ ദിസ് ഈസ് ഈക്വൽ ടു എൽ ടി റേസ് ടു -1. So that is the dimension symbol of velocity. Dimension formula of velocity. So velocity dimension formula പഠിച്ചാൽ നമുക്ക് ചോദിച്ചാൽ നമുക്ക് മനസ്സിലായി. Dimension formula of velocity is LT raised to -1. എങ്ങനെ എഴുതിയെന്ന് ക്ലിയർ ആയോ? ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്. അത് ആരാണ്? ലെങ്ത് ആണ്. അപ്പോൾ ലെങ്ത് ബൈ ടൈം ആണ് എന്ത്? വെലോസിറ്റി എന്ന് പറയുന്ന ആൾ. സോ വി വിൽ റീപ്ലേസ് ലെങ്ത് വിത്ത് ഇറ്റ്സ് ഡയമെൻഷൻ സിമ്പിൾ വിച്ച് ഈസ് എൽ വിത്തിൻ എ സ്ക്വയർ ബ്രാക്കറ്റ്. We will replace time with its dimension symbol which is t again within a square bracket. Now et മുകളിലേക്ക് പോയാൽ this will become lt raised to -1. So lt raised to -1 is the dimension formula of velocity. Clear ആയോ? നമുക്ക് വേറൊരാളുടെ ഡയമെൻഷൻ ഫോർമുല എഴുതാം. And the next one is, now let us write the dimension formula of acceleration. Acceleration dimension formula എന്ന് എഴുതി നോക്കാം. Acceleration. Acceleration. ഇയാളുടെ ഡയമെൻഷൻ ഫോർമുല എങ്ങനെ എഴുതുക? ആക്സലറേഷൻ ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. സോ ചേഞ്ച് ഓഫ് വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി
ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ചേഞ്ച് ഇൻ ടൈം, ഇതാണ് ആക്സലറേഷൻ. നൗ ചേഞ്ച് ഇൻ വെലോസിറ്റി നമ്മൾ എങ്ങനെ എഴുതും? നമുക്ക് വേണം എങ്ങനെ എഴുതാം? ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. ഡെൽറ്റ വി പറഞ്ഞാൽ ചെറിയ ചേഞ്ചസിനെ റെപ്രസെൻ്റ് ചെയ്യണം നമ്മൾ സാധാരണ ഡെൽറ്റ എന്നുള്ള സിമ്പിൾ ഉപയോഗിക്കുക. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. നമുക്കറിയാം ചേഞ്ച് ഇൻ വെലോസിറ്റി പറഞ്ഞാൽ ആരാണ്? വെലോസിറ്റിയാണ്. കാരണം ചേഞ്ച് ഇൻ വെലോസിറ്റി പറഞ്ഞാൽ വെലോസിറ്റിയിൽ നിന്ന് വെലോസിറ്റി കുറച്ചതാണ്. വെലോസിറ്റിയിൽ നിന്ന് വെലോസിറ്റി കുറച്ചാൽ എന്താ കിട്ടും? ആക്സലറേഷൻ കിട്ടുമോ? ഫോഴ്സ് കിട്ടുമോ? ഇല്ല. സോ വെലോസിറ്റിയിൽ നിന്ന് വെലോസിറ്റി കുറച്ചാൽ നമുക്ക് എന്തേ കിട്ടും? വെലോസിറ്റിയെ കിട്ടും. സോ ദിസ് ഈസ് ബേസിക്കലി വെലോസിറ്റി ആൻഡ് ദിസ് ഈസ് ബേസിക്കലി ടൈം. അപ്പോൾ നമ്മൾ വെലോസിറ്റി ബൈ ടൈം എന്നുള്ള രീതിയിലേക്ക് എഴുതാം. പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല. കാരണം വെലോസിറ്റി ഉള്ള ബോഡിക്ക് ആക്സലറേഷൻ ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. Only when there is a change in velocity, the body will have an acceleration. So the mere presence of velocity does not guarantee that the body is having an acceleration. അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇവിടെ ആക്സലറേഷൻ ഉണ്ടാവണമെന്നൊരു നിർബന്ധമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മളിങ്ങനെ എഴുതി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്നും പറയൂ. എന്താണ് വെലോസിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല? നമ്മൾ കുറച്ച് മുന്നേ എഴുതി എൽ ടി റേസ് ടു -1. ടൈം ആരാ? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് എന്തേ ഉള്ളൂ? ഡയമെൻഷൻ സിമ്പലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്തെഴുതും? ടി എന്ന് എഴുതി. അതാണ് ആരുടെ ഡയമെൻഷൻ സിമ്പൽ? ടൈമിൻ്റെ. ഈ ടി മുകളിലേക്ക് പോട്ടെ. സോ ദിസ് വിൽ ബി എൽ ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു -1. ടി റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു -1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ് റേസ് ടു എം എക്സ് ടു ദ പവർ ഓഫ് എം ഇൻറ്റു എക്സ് ടു ദ പവർ ഓഫ് എൻ ഈക്വൽ ടു എക്സ് ടു ദ പവർ ഓഫ് എം പ്ലസ് എൻ. ഈ ഫോർമുല ഈ ഐഡൻറ്റിറ്റി ഓർമ്മയുണ്ടാവണം. ഓർമ്മയില്ലെങ്കിൽ അത് എഴുതി വെക്കണം. എക്സ് ടു ദ പവർ ഓഫ് എം ഇൻറ്റു എക്സ് ടു ദ പവർ ഓഫ് എൻ ഈക്വൽ ടു എക്സ് ടു ദ പവർ ഓഫ് എം പ്ലസ് എൻ. അതിവിടെ അപ്ലൈ ചെയ്യൂ. സോ ദിസ് വിൽ ബി എൽ ടി ടു ദ പവർ ഓഫ് -1 പ്ലസ് -1. സോ ദിസ് ഈസ് ഈക്വൽ ടു എൽ ടി റേസ് ടു -2. അതാണ് ആക്സലറേഷൻ എന്ന് പറയാനുള്ള ഡയമെൻഷൻ ഫോർമുല. സോ ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് ആക്സലറേഷൻ ഈസ് എൽ ടി റേസ് ടു -2. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. നമുക്ക് ഒരാളുടെയും കൂടി ഡയമെൻഷൻ ഫോർമുല എഴുതാം. ഇപ്പോൾ നമ്മൾ എഴുതാൻ പോണ ആൾ ഫോഴ്സാണ്. ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല എഴുതാം. ഒരു കാര്യം മറക്കരുത്. എന്താണ്? ആർക്കാണ് ഡയമെൻഷൻ ഫോർമുല ഉള്ളൂ? സോറി, ആർക്കേ ഡയമെൻഷൻ സിമ്പിൾ ഉള്ളൂ? ഡയമെൻഷൻ സിമ്പിൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എഴുതിയ രണ്ടുപേരും ആക്സലറേഷനും വെലോസിറ്റിയും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റികളാണ് അല്ലേ? അവർക്ക് എന്താ ഉള്ളത്? അവർക്കുള്ളത് ഡയമെൻഷൻ ഫോർമുലയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഫോഴ്സ് പറഞ്ഞ ആളുടെ ഡയമെൻഷൻ ഫോർമുല എന്ന് എഴുതി നോക്കാം. ഫോഴ്സ് എന്താണ്? ഫോഴ്സ് കാണാനുള്ള ഫോർമുല നമുക്ക് എല്ലാവർക്കും അറിയാം. വി ഹാവ് സ്റ്റഡീഡ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഈക്വൽ ടു എം എ. സോ എങ്ങനെയാണ് ഡയമെൻഷൻ ഫോർമുല എഴുതുക? നമുക്കറിയാം ഇതിലാരൊക്കെയാണ് ഫണ്ടമെൻ്റൽ? മാസ് ആരാണ്? ഫണ്ടമെൻ്റൽ ആണോ ഡിറൈവ്ഡ് ആണോ? ഫണ്ടമെൻ്റൽ ആണ്. സോ ലെറ്റ് us റൈറ്റ് ഡൗൺ ഇറ്റ്സ് ഡയമെൻഷൻ സിമ്പൽ. ആക്സലറേഷൻ നമ്മൾ കുറച്ച് മുന്നേ കണ്ടു. ഇറ്റ് ഈസ് എ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. സോ ഇറ്റ് ഹാസ് എ ഡയമെൻഷണൽ ഫോർമുല. സോ ദിസ് ഈസ് ഈക്വൽ ടു എൽ ടി റേസ് ടു -2. സോ ദിസ് ഈസ് ദ ഡയമെൻഷൻ ഫോർമുല ഓഫ് ഫോഴ്സ്. മാസ് ഫണ്ടമെൻ്റൽ ആണ്, സിമ്പലേ ഉള്ളൂ എം. ആക്സലറേഷൻ ഡിറൈവ്ഡ് ആണ്, ഡയമെൻഷൻ ഫോർമുലയുണ്ട് എൽ ടി റേസ് ടു -2. സോ ഇതാണ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല. ക്ലിയർ ആയോ? സോ നമുക്ക് എങ്ങനെയാണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ ഫോർമുല എഴുതേണ്ടത്? ഇപ്പോൾ മനസ്സിലായി. രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഡയമെൻഷൻ സിമ്പൽ എന്താണ്, ഡയമെൻഷൻ ഫോർമുല എന്താണ്. അടുത്തത് മൂന്നാമത്തെ ആൾ ഡയമെൻഷണൽ ഇക്വേഷനാണ്. ഡയമെൻഷണൽ ഇക്വേഷൻ, ഡയമെൻഷൻ സിമ്പൽ, ഡയമെൻഷൻ ഫോർമുല, ഡയമെൻഷണൽ ഇക്വേഷൻ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വാട്ട് ഡു യു മീൻ ബൈ എൻ ഇക്വേഷൻ? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ മുതൽ ഒരുപാട് ഇക്വേഷൻസ് കണ്ടിട്ടുണ്ട്. എന്താണ് ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇക്വേഷൻ എന്ന് പറയുമ്പോൾ കുട്ടികളോട് ഞാൻ ചോദിച്ചാൽ അവർ ആദ്യം പറയും എന്താ അറിയോ? സാറേ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ട്, പിന്നെ അവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഈക്വൽ ടു സൈൻ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഒരു റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇക്വേഷൻ ആവുമോ? അപ്പോൾ തന്നെ നമ്മൾ കുറച്ച് മുന്നേ ഒരു ഇക്വേഷൻ എഴുതിയല്ലേ, എഫ് ഈക്വൽ ടു എം എ. ഞാൻ എഫ് ഈക്വൽ ടു എം എ സ്ക്വയർ എന്ന് എഴുതിയാൽ നിങ്ങൾ സമ്മതിക്കുമോ? ഇസ് ഇറ്റ് എൻ ഇക്വേഷൻ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇല്ലേ? ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡ് ഇല്ലേ? ഉണ്ട്. ഈക്വൽ ടു സൈൻ ഇല്ലേ? ഉണ്ട്. പക്ഷേ ഇയാൾ ഇക്വേഷൻ ആണോ? അല്ല. എന്താ കാരണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും തമ്മിൽ ഒരു മീനിങ് ഫുൾ റിലേഷൻ ഇല്ല.
An equation is a meaningful relationship between different physical quantities. പല ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ തമ്മിലുള്ളൊരു മീനിങ് ഫുൾ റിലേഷൻഷിപ്പിനെ ഈക്വേഷൻ എന്ന് പറയാം. എഫ് ഈക്വൾ ടു എം എന്ന് എഴുതുമ്പോൾ അതിലൊരു മീനിങ് ഫുൾ റിലേഷൻ ഉണ്ട് എൽ എച്ച് എസും ആർ എച്ച് എസും തമ്മിൽ. ഇവിടെ അതില്ല. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. സോ എഫ് ഈക്വൾ ടു എം എ സ്ക്വയർ എന്തല്ല, ഒരു ഇക്വേഷൻ അല്ല. അപ്പോൾ നമുക്ക് ഒരു ഡയമെൻഷണൽ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്കൂളിൽ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷൻ എഴുതാം. വി ഈക്വൾ ടു യു പ്ലസ് എ ടി. ഇതിൽ ആരാണ് വി? നമുക്കറിയാം വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റിയാണ്, യു പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. രണ്ടുപേരും വെലോസിറ്റികളാണ്, ഫൈനൽ ഇനീഷ്യലോ എന്തെങ്കിലും ആവട്ടെ. എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷനാണ്, ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. ഇനി ഇതിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതാൻ എന്താ ചെയ്യേണ്ടത് അറിയൂ? യു ലുക്ക് അറ്റ് ദ ക്വാണ്ടിറ്റീസ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് സൈഡ്. Identify the fundamental quantities first. Replace them with their dimensional symbol. Identify the derived quantities. Replace them with their dimensional formula. That is your dimensional equation. എന്താ പറഞ്ഞാൽ ഇടത്ത് ഭാഗത്തും വലത്ത് ഭാഗത്തുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, നോക്കുക. അതിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരെ അവരുടെ ഡയമെൻഷൻ സിമ്പൽ കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരെ അവരുടെ ഡയമെൻഷൻ ഫോർമുല കൊണ്ട് റീപ്ലേസ് ചെയ്യുക. എന്താ കാരണം? All fundamental quantities have only dimension symbol and derived quantities have only dimension formula. So fundamentalനെ ആരെ കൊണ്ട് റീപ്ലേസ് ചെയ്യണം? സിമ്പൽ കൊണ്ട്. ഡിറൈവ്ഡിനെ ആരെ കൊണ്ട് റീപ്ലേസ് ചെയ്യണം? ഫോർമുല കൊണ്ട്. അത്ര എഴുതി അത് ശരിക്കും ഓർഡറിലാക്കിയാൽ നമ്മുടെ ഡയമെൻഷണൽ ഇക്വേഷനായി. ഇവിടെ നോക്കൂ, ഇപ്പോൾ നമുക്ക് ഇയാൾക്ക് എഴുതാം വെലോസിറ്റി. എന്താ ഡയമെൻഷണൽ ഫോർമുല? ഡിറൈവ്ഡ് ആണ്. ഡയമെൻഷൻ ഫോർമുലയുള്ളത് L(t⁻⁻1). അടുത്തതും വെലോസിറ്റിയാണ്, അവനും ഡയമെൻഷൻ ഫോർമുലയാണുള്ളത്. എന്താ ഫോർമുല? L(t⁻⁻1). അടുത്ത ആളാരാ? ആക്സലറേഷനാണ്, അവനും ഡയമെൻഷൻ ഫോർമുലയുള്ളത്. എന്താ ഡയമെൻഷൻ ഫോർമുല? L(t⁻²). അടുത്ത ആളാരാ? ടൈമാണ്. വാട്ട് കൈൻഡ് ഓഫ് എ ക്വാണ്ടിറ്റി ഈസ് ടൈം? ഫണ്ടമെൻ്റൽ. അപ്പോൾ എന്താ ഉള്ളത്? ഡയമെൻഷൻ സിമ്പൽ. സോ എഴുതി ടി. ഇനി ഒന്ന് ഗ്രൂപ്പ് ചെയ്യൂ. ദിസ് ഈസ് എൽ, ദിസ് ഈസ് t⁻⁻1, ദിസ് ഈസ് അഗെയിൻ എൽ, this is t⁻⁻1 plus this is L. നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചു x⁻m into x⁻n equal to x⁻m plus n. ഇതിൻ്റെ പവർ 1 ആണ്. അപ്പോൾ x⁻m into x⁻n minus 2 plus 1. This is equal to t⁻2 plus 1. t⁻2 plus 1 എത്രയാ? t⁻1. അപ്പോൾ നമ്മുടെ ഫൈനലി നമുക്ക് എന്ത് കിട്ടി? L t⁻1 equal to L t⁻1 plus L t⁻1. ഇതാണ് ഇയാളുടെ ഡയമെൻഷണൽ ഇക്വേഷൻ. 1 = 1 + 1 ഒന്നും വെട്ടിക്കളഞ്ഞ് എഴുതരുത് കേട്ടോ. ഇതൊന്നും അങ്ങനെ വെട്ടിക്കളയാൻ പറ്റുന്നതല്ലേ. സോ ദിസ് ഈസ് ഹൗ വി ഹാവ് റിട്ടൺ ഡൗൺ ദ ഡയമെൻഷണൽ ഇക്വേഷൻ ഓഫ് എ ഡയമെൻഷണൽ ഇക്വേഷൻ. ഇപ്പോൾ നമ്മൾ ഡയമെൻഷണൽ ഇക്വേഷൻ എങ്ങനെ എഴുതുക എന്ന് കണ്ടുപിടിച്ചു. ഒന്നുമില്ല, ഇക്വേഷൻ എഴുതുക, അതിൽ ഫണ്ടമെൻ്റലിനെ ഡിറൈവ്ഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവരെ സെപ്പറേറ്റ് ചെയ്യുക. ഫണ്ടമെൻ്റലിനെ സിമ്പൽ കൊണ്ട് റീപ്ലേസ് ചെയ്യുക, ഡിറൈവ്ഡിനെ ഫോർമുല കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് ചെയ്താൽ നമ്മുടെ ഡയമെൻഷണൽ ഇക്വേഷനായി. ക്ലിയർ ആയോ? വേണം നമുക്ക് ഒരാളും കൂടി എഴുതാം, വേറെ ഒരാളുടെയും കൂടി ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതാം. നമുക്ക് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള വേറൊരു ഇക്വേഷൻ എഴുതാം. S = ut + ½ at² എന്ന് എഴുതി നോക്കാം. S = ut + ½ at². നമുക്കൊന്ന് എഴുതാം. ഇതാ S = ut + ½ at². ഇത് എഴുതണം. S = ut + ½ at². നമ്മൾ ഓരോരുത്തരായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. എസ് ആരാ? ഡിസ്പ്ലേസ്മെൻറ്റ്. ഫണ്ടമെൻ്റൽ ആണോ ഡിറൈവ്ഡ് ആണോ? ഫണ്ടമെൻ്റൽ. യു ആരാ? വെലോസിറ്റി, ഡിറൈവ്ഡ്. ടി ആരാ? ടൈം, ഫണ്ടമെൻ്റൽ. ഹാഫ് ആരാ? കോൺസ്റ്റൻ്റ് ആണ്. ഇതൊരു ഡയമെൻഷണൽ ലെസ് കോൺസ്റ്റൻ്റ് ആണ്. ഡയമെൻഷണൽ ലെസ് കോൺസ്റ്റൻറ്റും ഉണ്ട്, ഡയമെൻഷണൽ കോൺസ്റ്റൻസും ഉണ്ട്. ഇത് ഡയമെൻഷണൽ ലെസ് ആണ്. എ ആരാ? ആക്സലറേഷൻ, ഡിറൈവ്ഡ് ആണ്. ടി ആരാ? ടൈം, ഫണ്ടമെൻ്റൽ. എന്താ ചെയ്യേണ്ടത്? ഫണ്ടമെൻ്റലിനെ സിമ്പിൾ കൊണ്ട് റീപ്ലേസ് ചെയ്യുക, ഡിറൈവ്ഡിനെ ഫോർമുല കൊണ്ട് റീപ്ലേസ് ചെയ്യുക. എഴുതൂ. സോ L = L t plus acceleration L t⁻2 into t². അപ്പോൾ എന്ത് കിട്ടും? L = L t plus L t⁻2 plus 2 t⁻0.
സോ ഇവിടെ നമ്മൾ ഒരാളെ എഴുതാൻ വിട്ടുപോയല്ലോ അല്ലേ, ഇവിടെ ടി എഴുതണ്ടായിരുന്നു, സോറി നമ്മൾ വെലോസിറ്റിക്ക് മാത്രമേ എഴുതിയുള്ളൂ, LT⁻⁻1 പോലും എഴുതിയില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട്. വി വിൽ റൈറ്റ് ഇറ്റ് അഗെയിൻ. ഇവിടെ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, വി വിൽ കറക്റ്റ് ഇറ്റ്. സോ ദിസ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫണ്ടമെൻ്റൽ ആണ്. സോ എൽ വെലോസിറ്റി LT⁻⁻1 അതാണ് നമ്മൾ വിട്ടുകളഞ്ഞത്, ടൈമിന് ടി ഫണ്ടമെൻ്റൽ പ്ലസ് ഹാഫ് ഡയമെൻഷൻലെസ് കോൺസ്റ്റൻ്റ് ആണ് ആക്സലറേഷൻ LT⁻² ഇൻറ്റു T². നേരത്തെ പോലെ എഴുതി x⁻m ഇൻറ്റു x⁻n ഈക്വൽ ടു x⁻m + 1 -1 + 1 0, ആ ടേം പോയി. പ്ലസ് ഇവിടെയോ T⁻² ഇൻറ്റു T⁻2 -2 + 2 0. സോ ദിസ് ഈസ് ഈക്വൽ ടു L. നേരത്തെ പറഞ്ഞ പോലെ 1 = 2 എന്ന് എഴുതരുത് കേട്ടോ. സോ ദിസ് ഈസ് the dimensional equation of the physical equation which is equal to S = ut + half it². S = ut + half it² എന്ന ഇക്വേഷൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമെൻഷണൽ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയത്. ക്ലിയർ ആയോ? അപ്പോൾ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലായി. സോ ഡയമെൻഷണൽ സിമ്പിൾ, ഫോർമുല, ഇക്വേഷൻ. അവസാനമായിട്ട് വാട്ട് ആർ ഡയമെൻഷൻസ്? എന്താണ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മെൻ ബൈ എ ഡയമെൻഷൻ? ഇപ്പോൾ ഇത്ര നേരം അത് മാത്രം പറഞ്ഞിട്ടില്ല. ഡയമെൻഷൻ സിമ്പിൾ പറഞ്ഞു, ഫോർമുല പറഞ്ഞു, ഇക്വേഷൻ പറഞ്ഞു. പക്ഷേ ഡയമെൻഷൻ എന്താണെന്ന് ഇത്ര നേരം പറഞ്ഞിട്ടില്ല. എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ നമ്മുടെ ഫോർമുല എടുക്കുക, F = ma എന്ന് എടുക്കുക. ഇതിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എഴുതുക. എന്താ ഇതിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ? ml T⁻². ദിസ് ഈസ് ഈക്വൽ ടു ml T⁻². സോ ഫോഴ്സിൻ്റെ അങ്ങനെ എഴുതണ്ട, നമുക്ക് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല എഴുതാം. ഫോഴ്സ് പറഞ്ഞ ആളുടെ ഡയമെൻഷൻ ഫോർമുല എഴുതുക. സോ F = നമ്മൾ ഡയമെൻഷൻ ഫോർമുല എഴുതി എന്ത് കിട്ടും? ml T⁻². ബ്രാക്കറ്റിൽ തന്നെ എഴുതാമല്ല. ഇതിൽ എംപിൻ്റെ പവർ എത്രയാണ്? 1. എല്ലിൻ്റെ പവർ എത്രയാണ്? 1. ടിയുടെ പവർ എത്രയാണ്? -2. സോ നമ്മൾ ഓരോരുത്തരെയും അവരുടെ ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓരോരുത്തരുടെ ഡയമെൻഷൻ സിമ്പലിൻ്റെയും പവർ എഴുതി. മാസ് എന്ന് പറയുന്ന സിമ്പലിൻ്റെ പവർ 1, എൽ എന്ന് പറയുന്ന സിമ്പലിൻ്റെ പവർ 1, ടി എന്ന് പറയുന്ന സിമ്പലിൻ്റെ പവർ -2. ദീസ് പവേഴ്സ് ആർ ആക്ച്വലി ദ ഡയമെൻഷൻസ് ഓഫ് the physical quantity force. So dimensions of a physical quantity are the powers to which the fundamental quantities must be raised to represent it. Dimensions of a physical quantity are the powers to which the fundamental quantities mass, length and time should be raised to represent it. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം. എന്തെഴുതാം? dimensions of a physical quantity are the powers to which the fundamental quantities must be raised to represent it. Dimensions of a physical quantity are the powers to which the fundamental quantities mass, length and time must be raised to represent it. ആ powers ആണ് എന്ത്? ഡയമെൻഷൻസ്. അപ്പോൾ ഡയമെൻഷൻ എന്താണെന്ന് മനസ്സിലായോ? ഡയമെൻഷൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഡയമെൻഷൻ സിമ്പിൾ. Dimension symbol is different from dimension formula and dimension formula is different from dimensional equations. ഇതൊക്കെ പരസ്പരം ബന്ധമുണ്ടെങ്കിലും ഓരോരുത്തരും വേറെ വേറെ ആൾക്കാരാണ്. നമ്മളെല്ലാം കൂടി ഇങ്ങനെ കൂട്ടിക്കൊഴിച്ച് ഒന്നിന് പകരം മറ്റൊന്ന് എഴുതരുത്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. ദേ ആർ എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ നൗ യു നോ വാട്ട് ഈസ് മെൻ ബൈ ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ഈസ് വി ആർ ഗോയിങ് ടു സീ സം ഓഫ് ദ അപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷൻ അനാലിസിസ്. ഓക്കെ.